കനാലുകളിൽ മാലിന്യം എറിയുന്നത് ചിലർക്ക് വിനോദമാണെന്ന് ഹൈക്കോടതി. ഇവർക്കെതിരെ വിട്ടുവീഴ്ച പാടില്ല, പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും കോടതി. കൊച്ചിയിലെ വൃത്തിയാക്കിയ കനാലുകളിൽ എത്തുന്ന മാലിന്യങ്ങൾ തടയാൻ കോർപ്പറേഷന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നും കോടതിയുടെ ചോദ്യം. തിരുവനന്തപുരം സംഭവം കണ്ണു തുറപ്പിക്കുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, കടുത്ത നിലപാടാണ്. മുൻപും ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. വീണ്ടും കോടതിക്ക് ഇത് ചോദിക്കേണ്ടി വരികയാണ്. ഒപ്പം കടുത്ത നിർദ്ദേശങ്ങളും. എന്താണ് ഹൈക്കോടതി പറഞ്ഞത്? കൊച്ചിയിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. അപ്പോഴാണ് ഈ കടുത്ത വിമർശനങ്ങൾ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇവിടെ കോടതിയിൽ നിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്നത്, ഒരു കനാൽ വൃത്തിയാക്കിയ ശേഷം വീണ്ടും ആ കനാലിലേക്ക് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മാലിന്യ നിക്ഷേപം ഉണ്ടാകുന്നു. അതെങ്ങനെ വരുന്നു എന്നതാണ് കോടതിക്ക് അറിയേണ്ടത്. അത് വരുന്നതിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് വീഴ്ചയുണ്ട് എന്ന് തന്നെയാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് കൊച്ചിയിലെ കനാലുകളുടെ കാര്യത്തിൽ കോർപ്പറേഷൻ ഇത് തടയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉയർത്തിയത്. അവിടെ കോടതി ഈ മാലിന്യം എറിയുന്നവർക്കെതിരെയും കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ചിലർക്ക് ഇത്തരത്തിൽ തുറന്ന ഇടങ്ങളിലേക്ക് മാലിന്യങ്ങൾ കെട്ടിയെറിയുന്നത് ഒരു വിനോദമായി മാറിയിരിക്കുകയാണ്. അത്തരത്തിൽ ഇതിനെ ഒരു വിനോദമായി കാണുന്ന ചിലരുണ്ട്. അത്തരക്കാരെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. അവർക്കെതിരെ കടുത്ത നടപടികൾ വേണം, പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. എത്ര കേസുകൾ ഈ കനാലുകളിൽ മാലിന്യം എറിഞ്ഞവർക്കെതിരെ ഇതുവരെ എടുത്തിട്ടുണ്ട് എന്ന ചോദ്യം കൂടി കൊച്ചി കോർപ്പറേഷനോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു. തിരുവനന്തപുരം സംഭവം, ജോയിയുടെ മരണം കണ്ണു തുറപ്പിക്കേണ്ടതാണ് എന്നുകൂടി കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ കനാലുകളിൽ മാലിന്യം എറിയുന്നവർ ഒരു ജീവന് ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത്. അവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയുണ്ടായി. കൊച്ചി മറൈൻ ഡ്രൈവിലെ മഴവിൽ പാലത്തിന്റെ താഴെ ഇപ്പോൾ ചെന്ന് നോക്കിയാൽ ടൺ കണക്കിന് മാലിന്യം കാണാൻ കഴിയുമെന്നുകൂടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. അങ്ങനെ കൊച്ചി നഗരത്തിൽ ക്ലീൻ ചെയ്ത കനാലുകളിൽ തന്നെ വീണ്ടും മാലിന്യങ്ങൾ എങ്ങനെ എത്തുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കനാലുകൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ വീണ്ടും വൃത്തിയാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. ഒരു കനാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ സംരക്ഷിക്കപ്പെടണം. എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? അവിടെ ഭരണ സംവിധാനങ്ങളുടെ വീഴ്ച തന്നെ ഉണ്ട് എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇത്തരത്തിൽ മാലിന്യം എറിയുന്നവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി മാതൃകാപരമായ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും സർക്കാരിനുമാണ്. അതില്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. അതിനി അനുവദിക്കാൻ കഴിയില്ല എന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി ബിനിൽ.